ശ്രീ ബൽദേവ്, എൻ്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു കുറ്റകൃത്യമാണ് നടന്നത് എന്ന്. ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനപ്പുറത്തൊരു കുറ്റകൃത്യമാണ് നടന്നത്, അതൊരു വീഴ്ചയല്ല, കുറ്റകൃത്യമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ CCTV ദൃശ്യങ്ങൾ മുൻപ് തന്നെ അവിടെ അന്വേഷണ സംഘം പരിശോധിച്ചതായിരിക്കുമല്ലോ, എത്ര ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതായിരിക്കുമല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം പോലും യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരാത്തത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി ഭരിക്കുന്ന കേരളത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഞാൻ തുടക്കത്തിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഞാൻ അതിലേക്ക് വരാം. അതിൽ വരുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് വക്താവ് ഇതിനെ വളരെയധികം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കണ്ടത്. ഈ സംഭവത്തെ, ഞാൻ പോലീസിലെ നടപടിയല്ല പറയുന്നത്, ആ സംഭവത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കണ്ടു. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുകയോ ഇടതുപക്ഷം ഭരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അഭിലാഷ്, ഇപ്പോൾ ഹൈക്കോടതി നിന്ന് വിധി എന്താ, 2005 നടന്ന ഉദയകുമാർ കൊലക്കേസ്, അത് ഞാൻ അതിന് രാഷ്ട്രീയമായിട്ടൊന്നും കാണുന്നില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഉദയകുമാറിനെ പോലീസ് സ്റ്റേഷൻ വെച്ച് ഉരുട്ടിക്കൊന്നു. കേസ് CBI അന്വേഷിച്ചു. 2018 CBI റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ കേസിലെ പ്രതികളെ ഹൈക്കോടതി CBIക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു കഴിവേടായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പോലീസുകാരൊരു നിരവധി സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോകുന്നു, 4000 രൂപ എടുക്കുന്നു, അയാളെ ഉരുട്ടിക്കൊല്ലുന്നു. ഇതായിരുന്നു അന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ നടന്നത്. അത് ഉമ്മൻചാണ്ടി നേരിട്ട് ഉരുട്ടിക്കൊന്നയാണെന്നോ അല്ലെ ആന്റണി ആണെന്നോ കോൺഗ്രസ് നേതാക്കന്മാരാണെന്നോ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ നേതാക്കന്മാരൊന്നും ഇടപെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം അഭിലാഷ് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്, എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന എനിക്കറിയാം, അതൊന്നും ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല, താൽക്കാലികമായ ഒരു പൊടിയിടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻക്രിമെന്റ് മാറി ഇതൊന്നും അവർ പോലീസുകാരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളതല്ല. അവരുടെ യൂണിഫോം അഴിച്ചു വെപ്പിക്കണം. യൂണിഫോം അഴിച്ചു വെക്കാൻ മാത്രം പോരാ, ഈ ക്രിമിനൽ ഒഫൻസ് ചെയ്തതിന് അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നടപടിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയ യുവാവിന് നഷ്ടപരിഹാരം ഇവരുടെ കയ്യിൽ കൊടുക്കണം. അതിനൊക്കെ ഇവിടെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ആ രീതിയിൽ തന്നെ ശക്തമായിട്ട് തന്നെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് പോകണം. അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ കേസെടുക്കുന്നതിനോ ഒക്കെ യാതൊരു വിധമായ നിയമ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് നമ്മുടെ CRPC അനുസരിച്ച് അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണം. ആ സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കും. അത് രീതിയിൽ ഇപ്പോഴും ഈ 2 ദിവസമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം